പാണ്ഡുരംഗ, പഴയ കാലത്തെ ചെറിയ പെൺകുട്ടികളൊക്കെ എന്താ നമ്മളെ വിളിക്കാറുള്ളത്? നല്ല ആരോഗ്യമുള്ള അന്ന് ആരോഗ്യമുള്ളവരെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴോ വാടിപ്പോയായിരുന്നല്ലേ പറയുന്നത്. അതെ, ഓറഞ്ച് കഴിച്ചു നോക്കിയാലോ? കിലോ എന്താ വില? കിലോ 50 രൂപ. 50 അത്ര? 50? ഒന്ന് കാണിച്ച് നോക്കട്ടെ. 50 20 നോക്കിയിട്ട് പറയാം. കണ്ടാലും കണ്ടില്ലല്ലോ, അത് തന്നെ വില. ആദ്യം താഴെ കയറി ഓറഞ്ച് നോക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോട്ടെ. എന്താ ഇത് ഓറഞ്ച് ഇങ്ങനെ ചുളുങ്ങി കൂടി കിടക്കണത്? ആ കാണുന്നവനൊക്കെ പിടിച്ചു നോക്കിയാലും പഴം ഇങ്ങനെ ആയി പോകും. വരുന്നവനൊക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ച് ഇങ്ങനെ ആവോ? ഇപ്പൊ നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത്. ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്ന പഴം കൊട്ടയിലോട്ടിട്. നിങ്ങക്ക് എത്ര കിലോ വേണ്ടേ? എനിക്ക് കിലോ ഒന്നും വേണ്ട, അമങ്ങാത്ത 2 ഓറഞ്ച് ഇങ്ങോട്ട് കൊണ്ടാ. കിളവാ, വയസ്സായിട്ട് നിങ്ങളുടെ സൂക്കേട് മാറിയിട്ടില്ലല്ലോ. ഇന്ന് എടുത്തു 20 രൂപ. ഇന്ന് വായിലിട്ട് അമുക്കിക്കോ. അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പോക്കി തരില്ലേ? ഈ വയസ്സാം കാലത്ത് നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? ആരെ കണ്ടിട്ട് വയസ്സനെന്ന് പറഞ്ഞത്? ഏതോ കുറച്ച് മുടി വെളുത്തായി പോയി, അതുകൊണ്ട് വയസ്സനെന്ന് പറയാൻ പറ്റുമോ? നീ പിടിച്ചോ, ഞാൻ പൊക്കി തരാം. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുത്തിട്ട് പൊക്കോളാം. കണ്ടില്ലേ, കൊള്ളല്ലേ? നോക്കിയതൊക്കെ മതി, ഓറഞ്ച് തിന്നാൻ നോക്കി. ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അവളിത് എവിടെ പോയി? സ്വാതി, സ്വാതി, സ്വാതി. അതെ, എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക്. നമ്മുടെ സ്വാതിയെ കാണുന്നില്ല. സ്വാതി, മോളെ സ്വാതി, നീ ഇതെവിടെ പോയേ? ആരാ ഈ സമയത്ത്? സ്വാതി, സ്വാതി, ഈ കൊച്ചത് എവിടെ പോയോ ആവോ? ഈ സമയത്ത് ഇങ്ങോട്ടൊക്കെ സ്വാതി പറഞ്ഞ പെൺകുട്ടിയെ കാണുന്നില്ല. ഈ 2 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് ആ കൊച്ചാണോ? ഈ ഒരു അവസ്ഥയിൽ കൊച്ചിനൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? ഞാൻ കൂടെ തന്നെ കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത് കടന്ന കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യാ? സ്വാതി, സ്വാതി, ഈ സ്വാതി എവിടെ പോയതാണോ ആവോ? മോളെ സ്വാതി, ഈ നേരത്ത് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? സ്വാതി, മോളെ സ്വാതി, നീ ഇത് എവിടെ പോയിരിക്കുന്നേ? ഈ നേരത്ത് ഇത് എവിടെ പോയി അന്വേഷിക്കാനാ? ചേട്ടാ, ഇത്ര ധൃതി വെച്ചെവിടെ പോകുന്നേ? എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത്? ആ പൂജാരിയുടെ വീട്ടിൽ വന്ന പെണ്ണിനെ കാണാനില്ലെന്ന് പറയും നാട്ടുകാരെല്ലാം തേക്ക് വടക്ക് തപ്പി നടക്കുവാടാ. കാണുന്നില്ലെന്നോ? നമ്മുടെ നാട്ടിന് എന്താടാ പറ്റിയേ? രാത്രിയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ തപ്പി നടക്കുന്നത് ഞങ്ങളുടെ ജോലി. ശരി, നീ പൊക്കോ, വാടാ പോ. ആ മുത്തു ചത്തപ്പ തൊട്ട് ഓരോ ദിവസം നമുക്ക് ശിവരാത്രി ആയിപ്പോടാ. എന്ത് ചെയ്യാൻ നമ്മുടെ തലവിധി അല്ല എന്ന് പറയാൻ. അങ്ങോട്ടേ നോക്ക്. ഈ കൊച്ചു ഈ സമയത്ത് നോട്ട് പോയതാണ്. ഇവര് വരുന്നുണ്ടല്ലോ. എടാ മോനെ, അവൾ എവിടെയാ പോയെന്ന് യാതൊരു പിടിയില്ല. പൂജാരി, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ? എന്തിനാ പുറത്തുള്ള കൊച്ചിനെ വിളിച്ചോണ്ടൊന്ന് ഇവിടെ താമസിപ്പിച്ചേ? ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? വാടാ.
നാട്ടിൽ പ്രേതം അവിടെ എവിടെയാ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ ഏതോ ഒരു പെണ്ണിന്റെ മേൽ കയറിയെന്ന് പറയുന്നു. അതും വെളിയിൽ നിന്ന് വന്നൊരു പെണ്ണിന്റെ മേലില്. ആന്നേ അവളെ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞാ അവളെ കൊല്ലൂന്ന് പറയുന്നു. ചേട്ടാ എനിക്ക് തോന്നുന്നത് അവൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് ശവമായിട്ടായിരിക്കും. ഇവിടെ ഒരു പ്രേതം പേപ്പർ വെച്ചോണ്ടിരിക്കുന്നു. രാവിലെ ഇതിന് നിന്റെയൊക്കെ വായിൽ നല്ല ഒന്നും വരത്തില്ലടാ. പ്രേതത്തെ ഓടിക്കാനായിട്ട് പുറത്തുള്ള ഗ്രാമത്തിൽ നിന്ന് നമ്പൂതിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നീ അത് നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. ഓം കാളി നമഃ, ഓം കാളി നമഃ, ഓം കാളി നമഃ. ഓ കാളി വാ, വാ കാളി, കാളി വാ, ഇറങ്ങി വാ. ഓം കാളി, ഇങ്ങോട്ട് എന്തിനാ വന്നേ? നിനക്ക് എന്താണ് വേണ്ടത്? പറയ്, നിനക്ക് എന്താ വേണ്ടതെന്ന് പറയ്. നിനക്ക് എന്താ വേണ്ടേ? പറയാ. ഈ നാട് വേണം. എവിടെ വന്ന ആരുടെ എന്താ ചോദിക്കുന്നേ? നീ ഇരിക്കേണ്ട സ്ഥലമാണോ ഇത്? മര്യാദയ്ക്ക് നാട് വിട്ടു പോ. എന്നെ കളപ്പിച്ചു നോക്കുന്നോ? എന്ത് ധൈര്യം നീ എന്നെ കളപ്പിച്ചു നോക്കൂടി? എന്റെ അടുത്ത് കളിയെടുക്കുന്നോ? പോകില്ല, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഉറപ്പായിട്ട് പ്രതികാരം ചെയ്യും. നിന്നെ പോലെ എത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവും. നിന്നെ വരട്ടേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയടി. നിന്നെ വരട്ടാണ്ട് ഞാൻ വിടത്തില്ലടി. ഓടിപ്പോ, ഓടി ഇവിടുന്ന് ഇറങ്ങി. എന്റെ അടുത്ത് നിന്റെ തന്ത്രമൊന്നും ഫലിക്കത്തില്ല. ഓ പിശാചേ, ഓം കാളി, ഓം കാളി, ഓം കാളി, ഓം കാളി. ഇപ്പൊ പോകുന്ന ഇവിടുന്ന് പിശാചേ. ഞാനത് പോകത്തില്ലേ? ഇതുണ്ടോ ചൂരല്ലേ? അടിച്ചതിന്റെ മുതുക് അടിയ പോ. പോ പോ. എന്താടി കത്തിക്കണോ? എന്താടി നീ എന്റെ മേ തൂതുവാ? നിന്റെ സാധനമൊക്കെ എടുത്തോ. എടുക്കടേ. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എടുത്തോണ്ട് പോ. പുറത്ത് ആരും വരരുത്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നാ മതി. നീ പോ. ഈ നാട്ടുകാര് പേടിക്കും നിന്നെ ഈ പറച്ചിലും കാണിച്ചിലും കണ്ട്. ഞാൻ പേടിക്കണേ പിശാചേ. ഇനി നിന്നെ കൊണ്ട് ഈ നാട്ടിലോട്ട് കാലുകുത്താൻ പറ്റാത്തളവിന് നിന്നെ ആ ചുടുകാട്ടി ഞാൻ കെട്ടിടാൻ നോക്കണി പാട്ടിച്ചി.